ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ വ്ളോഗാണ്. അപ്പം ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഇങ്ങനെ ആലോചിച്ചു. കാരണം ചിക്കൻ റെസിപ്പീസും മട്ടൺ റെസിപ്പീസും ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ഇതുവരെ റെസിപ്പി ഷോർട്സിലും ലോങ് വീഡിയോയിലും ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ ഫിഷ് മോളി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി അപ്പവും ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന്. അപ്പം ഇപ്പം ഞാൻ ഈസ്റ്റ് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് ഈസ്റ്റ് ചേർക്കാതെ നേരെ ചൊവ്വേ പുളിച്ച് പോകത്തില്ല. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടം ഈ ഈസ്റ്റ് ചേർക്കാതെ പുളിച്ച് പോകുന്ന അപ്പത്തിനാണ് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ അത് ചേർക്കാതെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവെല്ലാം ഓൾറെഡി രാവിലെ തന്നെ എല്ലാം അരച്ച് ഈസ്റ്റൊക്കെ ചേർത്ത് എല്ലാം പൊങ്ങി അപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫിഷ് മോളി ഫിഷെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഫിഷ് മോളി ഉണ്ടാക്കി തുടങ്ങാം. കാരണം ഫിഷ് മോളി ഒരു 1-2 മണിക്കൂർ ഇരിക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഫിഷ് മോളിയുടെ മാരിനേഷൻ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം നെയ്മീനുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 ടീസ്പൂൺ ചതച്ച കുരുമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊരു കുറച്ച് നേരം, ഞാൻ ഏകദേശം ഒരു ഉച്ചയാകാറായപ്പം പുരട്ടിയിട്ട്, വൈകുന്നേരം ആണല്ലോ ഇത് എടുത്തത്, അപ്പോൾ അത്രയും നേരം ഞാനിത് പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ മീനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഷ് മോളി എന്ന് പറയുമ്പം എപ്പോഴും ഒരു യെല്ലോ കളർ കറിയല്ലേ, നമ്മൾ എന്ത് മുളക് പൊടിയും കാര്യങ്ങളും ഒന്നും ചേർക്കത്തില്ല. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്തത് ഞാൻ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ സമയം കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് നാരങ്ങാനീരും കാര്യങ്ങളൊന്നും അതിൽ ചേർത്തിട്ടില്ല. നാരങ്ങാനീര് ചേർക്കുന്നത് ഇത് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ എരിവും പുളിയൊക്കെ പിടിക്കാൻ, ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം പെട്ടെന്ന് അരമണിക്കൂറൊക്കെ വെക്കാൻ സമയം ഉള്ളവരുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങാനീരും കൂടെ അതിനകത്ത് ചേർക്കണം. എന്നിട്ട് അതിപ്പം ഞാൻ രാവിലെ ഏകദേശം ഒരു 12 മണി, ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ പുരട്ടി വെച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാം. അപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2-2.5-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഫിഷ് മോളി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മുടെ മീനിൻ്റെ പീസസ്, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് ഇട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതൊരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഓരോ സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. കൂടുതൽ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേവെല്ലാം ഇത് നമ്മൾ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കിടന്നും കുറച്ച് നേരം ഇതൊന്ന് വേകണം. അപ്പോൾ രണ്ട് സൈഡും ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് എണ്ണയിലൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കുക. രണ്ട് സൈഡും ചെറുതായിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി നമുക്ക് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് പട്ട, ഒരു കുഞ്ഞു പീസ് പട്ട, പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ, പിന്നെ ഒരു ഏലക്ക, ഇത്രയും ചേർത്ത് ആദ്യം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ ചെയ്യുന്നതാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ആദ്യം അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി
അരിഞ്ഞതും, ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു 4 പച്ചമുളക് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളകും കുരുമുളകുമാണ് ഇതിൻ്റെ എരിവ് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. പച്ചമുളകും കുരുമുളകും ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സബോള നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് നമ്മുടെ ഇതിനൊക്കെ ചിക്കൻ കറിക്കും ഒക്കെ വഴരേണ്ട പോലെ അങ്ങ് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട കാര്യമില്ല. ഒന്ന് സബോള ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒത്തിരി പൊടികളൊന്നുമില്ല. വീണ്ടും കുറച്ചുകൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. അപ്പം അത് ഇട്ട് ഒന്ന് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം 2ാം പാലാണ് ഒഴിക്കേണ്ടത്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് തേങ്ങയുടെ 1.5 ഗ്ലാസ് 2ാം പാൽ. ഞാൻ ഏകദേശം 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1ാം പാലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 2ാം പാൽ അതിപ്പം ഞാൻ ഒരു 1.5 ഗ്ലാസോളം ഉണ്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ മീനിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായിരുന്നു തേങ്ങാപ്പാൽ, ഞാനിപ്പോൾ തേങ്ങ പിഴിഞ്ഞ് തന്നെ എടുത്തിരിക്കുന്ന, അല്ലാത്തവർ പൊടി കലക്കി ആ ഒരു രീതിയിൽ എടുക്കുക. കട്ടി കുറഞ്ഞ പാൽ ഒഴിച്ച് വേണം ആദ്യം തിളപ്പിച്ച് മീനിൻ്റെ പീസസ് ചേർത്തതിന് ശേഷം ഒത്തിരി ഇട്ട് ഇളക്കണ്ട. കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോയി നെയ്മീനൊക്കെ. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒത്തിരി കുത്തി ഇളക്കി കഴിഞ്ഞാൽ അതങ്ങ് ഇതായിപ്പോവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. നല്ലോണം പഴുത്തത് നോക്കി അരിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്കും വെക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 1 ടീസ്പൂൺ ചതച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ഇത് വളരെ സൂക്ഷിക്കണം. കാരണം ഈ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തവി കൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഇളക്കി കൊടുക്കുക. ഞാൻ ആദ്യം ഒന്ന് ഇങ്ങനെ ആ പാൻ വെച്ച് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കത്തേ ഉള്ളൂ. കാരണം ഈ നമ്മുടെ നെയ്മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഇനി ഇത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഏകദേശമൊക്കെ ഇവിടെ റെഡിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1ാം പാൽ, അത് ഏകദേശം ഒരു 1/4 കപ്പേ കാണത്തുള്ളൂ, ഒത്തിരി ഒന്നുമില്ല. ആ ഒരു 1ാം പാൽ കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് 1 കപ്പ് തികച്ചില്ല, ഒരു 1/4 കപ്പ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇനി ഇതും ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. അടച്ചു വെച്ചൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം തിളപ്പിക്കാതെ ഒന്ന് ചൂടായി ഒരു ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ അങ്ങ് ഓഫ് ചെയ്തേക്കണം. പിന്നെ ആ ചൂടിൽ ഇരുന്ന് അത് ശരിയായിക്കോളും. ആ ഒരു പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് അത് ശരിയായിക്കോളും. കൂടുതൽ തിളപ്പിക്കല്ല, 1ാം പാൽ ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ഇനി നമുക്കിതങ്ങ് മതി. ഒത്തിരി ഈ പറഞ്ഞ പോലെ ഇളക്കാതെ നമുക്കിനിയും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ എന്ന്. എനിക്കാണെങ്കിൽ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച കറിയിൽ കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മധുരം ഫീൽ തോന്നി തുടങ്ങും. ഈ തേങ്ങാപ്പാലിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് എരിവിച്ചിരി ഉള്ളതെന്നല്ല, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല സെറ്റായിക്കോളും. നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പം ചിലപ്പോൾ അതിനൊരു എരിവ് രസം കൂടുതൽ കാണുമായിരിക്കും. പക്ഷേ കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ ഫിഷ് മോളിയൊക്കെ ഇവിടെ തയ്യാറായി സെറ്റായിരിപ്പുണ്ട്. ഇനി നമുക്ക് അപ്പത്തിൻ്റെ റെസിപ്പി കാണാം. അപ്പം ഞാൻ ഈസ്റ്റ് ചേർക്കാത്ത അപ്പം, അതും ഈസ്റ്റ് അല്ല, ഞാൻ കല്ലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഈസ്റ്ററിന് ഞാൻ കല്ലപ്പം ഉണ്ടാക്കിയായിരുന്നു, അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈസ്റ്റ് ചേർക്കാത്ത അപ്പത്തിൻ്റെ റെസിപ്പി കഴിഞ്ഞ സമ്മറിൽ ഞാൻ ഉണ്ടാക്കി. പക്ഷെ എൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ ഇട്ടിട്ടില്ല, ഞാനത് പറയുന്നതേ ഉള്ളൂ.
പക്ഷെ അതിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈസ്റ്റ് ചേർക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചൊവ്വേ അങ്ങോട്ട് ഒത്തിരി സമയം വേണം. എനിക്ക് അങ്ങോട്ട് അത്രയും സമയം ഇരുന്ന് അതങ്ങോട്ട് ശരിക്ക് ഇവിടെ തണുപ്പ് നമ്മളിപ്പം വിന്റർ ആകുമ്പോഴത്തേനും അത്രയും നേരെ ചൊവ്വേ അതിൻ്റെ ഫെർമെന്റേഷൻ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ചേർക്കാത്ത അപ്പം ഇനിയിപ്പം ഞാൻ അടുത്തൊരു ഈസ്റ്റർ സമയത്തൊക്കെ ആ ഒരു സമ്മർ സമയത്തൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈസ്റ്റ് ചേർത്താണ് അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ അപ്പം സാധാരണ ഉണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. ഈസ്റ്റ് ചേർത്താണേലും ഈസ്റ്റ് ചേർക്കാതാണേലും മിക്കവാറും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. എപ്പോഴും ഞാൻ കരിക്കും വെള്ളത്തിലാണ് ഞാനിത് അരയ്ക്കുന്നത്. പിന്നെ ഈ കരിക്കും വെള്ളത്തിൻ്റെ കൂടെ തന്നെ കരിക്കും കൂടെ അരയ്ക്കാൻ പറ്റിയ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. ഞാനിതിപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ്. പോയി വാങ്ങിക്കുകയായിരുന്നെങ്കിൽ ഞാനത് അവരോട് വെട്ടി അത് ഇതാക്കി തരാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായി പുറത്തൊന്നും ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് വേണം ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതുകൊണ്ട് അത് കരിക്ക് ഫുൾ വെട്ടാതല്ലേ വന്നത്. അപ്പം എനിക്ക് കരിക്കും വെള്ളവും പിന്നെ ഞാൻ സാധാരണ നമ്മുടെ തേങ്ങായുമാണ് അരച്ചത്, തേങ്ങാപ്പീരയാണ് അരച്ചത്. പക്ഷെ ശരിക്കും ആ കരിക്കും വെള്ളവും ആ കരിക്കിനകത്തെ ആ ഒരു വെള്ളം നമ്മുടെ കരിക്കിൻ്റെ ഇതില്ല, അതും കൂടെ അരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വെള്ള അപ്പം കിട്ടും. ഇതിപ്പോൾ നമ്മുടെ മറ്റേ തേങ്ങ അരച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ അപ്പത്തിൻ്റെ മാവിന് കുറച്ച് ആ ഒരു വെള്ള നിറത്തിനൊരു കുറവുണ്ട്. എന്താ പറയുന്നത്, പാലപ്പത്തിൻ്റെ ആ ഒരു നിറം, ആ ഒരു വെള്ള നിറം കിട്ടിയില്ല. കുറച്ചൊരു ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആ ഒരു നിറം വരുന്നത് അതുകൊണ്ടാണ്. അപ്പം കരിക്ക് ഫുള്ളായിട്ട് കരിക്കും വെള്ളവും അല്ലെങ്കിൽ അതിനകത്തെ ഇതെല്ലാം കൂടെ കിട്ടുകയാണെങ്കിൽ അത് അരച്ചപ്പം വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയും ടേസ്റ്റിനൊരു കുറവുമില്ല, പക്ഷെ ആ ഒരു കാണുമ്പോഴത്തേനൊരു നിറം എന്തായാലും കരിക്കും വെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം, നല്ല വെടല തേങ്ങയുടെ വെള്ളവും ഇതൊക്കെ ചേർത്ത് അങ്ങനെ അപ്പം ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഞാൻ ഇതിനകത്ത് നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടേ ഇല്ല. എനിക്കൊരു വലിയ കരിക്ക കിട്ടിയത്. അപ്പം ആ കരിക്കും വെള്ളത്തിലാണ് ഞാൻ അത് അരച്ചിരിക്കുന്നത്. അപ്പം നമുക്കിനിയും ഞാൻ ആ റെസിപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പത്തിന് അരച്ച ഇത് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ 1 കപ്പ് റൈസ് കഴുകി വൃത്തിയാക്കി അത് കുതിർത്ത് ഒരു 4 hours 5 hours കുതിർന്നിട്ടുണ്ട് അരി. 6 hours എങ്കിലും 4 to 6 hours ആണ് നമ്മുടെ അരി ഒക്കെ കുതിരേണ്ടത് ഈ അപ്പത്തിനും നമ്മുടെ ഇഡ്ഡലി ദോശയ്ക്കുമൊക്കെ. അപ്പം അത്രയും ഒരു 5 hours അത് കുതിർന്നിട്ടുണ്ട്. അത് ഞാൻ വെള്ളമൊക്കെ വാലാൻ വെച്ചിരിക്കുകയാണ്. ഈ കാണിച്ചത് നമ്മുടെ കരിക്കും വെള്ളമാണ്. പിന്നെ എത്രയും കരിക്കും വെള്ളം ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര, ഈസ്റ്റ്, കുറച്ച് അവൽ, ഒരു 1/4 കപ്പ് അവൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അത് കുതിർന്നോളും. പിന്നെ തേങ്ങ ചിരകിയത് ഞാനിവിടെ ഏകദേശം എൻ്റെ ആ ഒരു സ്പൂണിൻ്റെ വലിപ്പം കണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്പൂണിന് ഒരു 4 സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് കരിക്കും വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കരിക്കും വെള്ളം ഒഴിച്ച് അങ്ങനെ നോക്കിയാണ് അരയ്ക്കുന്നത്. പക്ഷെ അത്രയും വെള്ളമേ ഞാൻ ഇവിടെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ, വേറെ എക്സ്ട്രാ ഒരു വെള്ളവും ഞാൻ ചേർത്തിട്ടില്ല. കുറച്ചുകൂടെ കരിക്കും വെള്ളം ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുമുണ്ട്. ഇനി ആദ്യം അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വൈറ്റ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നു. അപ്പോഴത്തേനും നമ്മുടെ പരിപാടി തീർന്നു. ഇനി ബാക്കിയിരിക്കുന്ന ആ മിക്സിയുടെ ജാറ് കഴുകാൻ നേരത്ത് ബാക്കിയിരിക്കുന്ന കരിക്കും വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ കഴുകുന്നത്. കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ച് വെച്ചാൽ മതി. ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഉപ്പ് നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് അപ്പം ഉണ്ടാക്കാൻ നേരത്ത് ചേർത്താൽ മതി. ഇത് ഇത്രയും ചേർത്തങ്ങ് അടച്ച് വെക്കണം.
അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവും എല്ലാം നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഞാനൊരു അപ്പമൊക്കെ ഉണ്ടാക്കി നോക്കി എല്ലാം റെഡി ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല. ഞാൻ രാവിലെ ഈ പറഞ്ഞ പോലെ ആ മീൻ മാരിനേറ്റ് ചെയ്ത് ആ സമയത്ത് തന്നെയാണ് അരച്ച് വെച്ചത്. അപ്പോൾ അരച്ച് വെച്ചപ്പോഴത്തേക്കിനും ഒരു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലേ ചേർത്തത്. അപ്പം ഇവിടെ ഒരു 2 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കിനും അത് ഇങ്ങനെ പതുക്കെ ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങി. ഇപ്പൊ ഫുൾ ഇങ്ങനെ ബബിൾസ് നിറഞ്ഞ് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അതെല്ലാം മാറ്റി ഒരു അപ്പമൊക്കെ ഉണ്ടാക്കി നോക്കി. ഇനി നമുക്ക് ബാക്കി അപ്പമൊക്കെ ചുടണം. അപ്പം ഇത് എന്താണ്, അപ്പവും ഫിഷ് മോളിയും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കോമ്പിനേഷനാണ്. ആക്ച്വലി നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നെയ്മീൻ്റെ ഒക്കെ മോളി, ഫിഷ് മോളി, നെയ്മീൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഫിഷ് മോളി നെയ്മീൻ കൊണ്ട് ഉണ്ടാക്കാം. നമുക്ക് ആവോലി കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറായിരിക്കും. പിന്നെ കരിമീൻ കൊണ്ട് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. പക്ഷെ നെയ്മീൻ, ആവോലി ഇങ്ങനെയുള്ള മീൻ കൊണ്ടാണ് ഫിഷ് മോളി സാധാരണ ഉണ്ടാക്കുന്നത്. ഒക്കെ ഈ അപ്പത്തിൻ്റെ കൂടെയൊക്കെ, അപ്പം പിന്നെ ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് മീൻ ഇഷ്ടമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പം ഈ ഒരു കോംബോയുടെ കാര്യം ഞാനങ്ങ് മറന്ന് കിടക്കായിരുന്നു. ഇടയ്ക്ക് ഞാനൊന്ന് ആലോചിച്ച് അപ്പോ ഫിഷ് മോളി ഉണ്ടാക്കണമെന്ന്. പക്ഷേ അതങ്ങ് മറന്നു. ഒരു കണക്കിന് മറന്നുപോയത് നന്നായി. കാരണം അല്ലെങ്കിൽ ഈ ക്രിസ്മസ് സമയത്ത് ആണ് അതിൻ്റെ ഒരു ബെസ്റ്റ് ടൈം അപ്പം ഫിഷ് മോളി. ഇപ്പം കാരണം ചിക്കൻ സ്റ്റൂ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂ പോലെ തന്നെയാണ് ഈ മട്ടൻ സ്റ്റൂ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു എന്താ പറയുന്നത്, ഇതാവുമ്പം കുറച്ചുകൂടെ എന്താ പറയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇനി എന്താണ്, അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ ഡിന്നർ. അപ്പം ഇനി നമുക്ക് അപ്പവും ഇനി നമുക്ക് പതുക്കെ അപ്പം ചുട്ട് തുടങ്ങാം. ഞാൻ ശ്രീഹരിക്കൊന്നും കൊടുത്തില്ല. ഞാൻ ജസ്റ്റ് അപ്പം ഒന്ന് ചുട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഒരെണ്ണം നോക്കി ചുമ്മാ തിന്ന് നോക്കി. അപ്പമായിട്ട് നമുക്ക് പിന്നെ ചുമ്മാ തിന്നാനും ഭയങ്കര ഇഷ്ടം. ഇവിടെ ഞാൻ വല്ലപ്പോഴും അപ്പമൊക്കെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ, അപ്പം ഇടിയപ്പം ഒക്കെ. ഒന്നാമത് സത്യം പറഞ്ഞാൽ ഈസ്റ്റ് ചേർത്ത് അരയ്ക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. എനിക്ക് ഈസ്റ്റ് ചേർത്ത് അരച്ച എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ആ മറ്റേത് ഞാൻ അരച്ച അതിൻ്റെ ടേസ്റ്റ് എൻ്റെ നാവിൽ പിടിച്ചു പോയതിന് ശേഷമാണ് ഞാൻ ഈ ഈസ്റ്റ് ചേർത്ത് അരയ്ക്കാൻ ഇത്രയും മടി എനിക്ക് ഇത് ചെയ്യുന്നത്. കാരണം മറ്റേത് നമ്മൾ ഈസ്റ്റ് ചേർക്കാതെ ഇത് വെറുതെ കരിക്കും വെള്ളവും തേങ്ങായും നമ്മുടെ നമ്മുടെ സ്വന്തം അരിയും എല്ലാം കൂടെ നല്ല ടെമ്പറേച്ചർ ആയിരിക്കണം. നല്ല സമ്മർ ടൈമിൽ അരച്ച് വെച്ച് കഴിഞ്ഞ് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സംഭവമാണ്. ഈസ്റ്റ് ചേർത്ത് അരയ്ക്കുന്നത് മാറി നിൽക്കും, നല്ലതായിട്ടിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ടേസ്റ്റും ഭയങ്കര നല്ല ടേസ്റ്റാണ് ഈസ്റ്റ് ചേർക്കാതെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം ഞാൻ അത് അതുകൊണ്ട് അതിന് ശേഷമാണ് ഞാൻ ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് ആക്ച്വലി കുറച്ചത്. ഇപ്പം വിചാരിച്ച എന്തായാലും ഇപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് ഇതാകുമ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് സംഭവം റെഡിയാവും. അങ്ങ് അപ്പം ഉണ്ടാക്കാം. ക്രിസ്മസ് ഒക്കെ അല്ലേ, പിന്നെ കുറേ നാളായി ഇപ്പോൾ ലാസ്റ്റ് കുറേ നാളായി അപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പം അപ്പം ഉണ്ടാക്കി ഇന്ന് രാത്രി, നാളെ ഇനിയിപ്പോൾ ക്രിസ്മസ് ആണ്, ലീവാണ് ശ്രീഹരിക്ക്. അപ്പം ഇന്ന് രാത്രി അപ്പവും ഫിഷ് മോളി സൂപ്പർ സംഭവം. ഞാൻ ഈ സൂപ്പർ സംഭവം ഞാൻ പല കാര്യങ്ങളും നല്ലതാന്ന് കഴിക്കാൻ ഇഷ്ടം നല്ലതാന്ന് പറയും. പക്ഷെ എല്ലാവരുടെ നാവിനും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ കൂടുതലും എൻ്റെ ചാനലിൽ കൂടെ കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് എന്തുമാത്രം ഇഷ്ടപ്പെടും എന്നുള്ളത് അവർ വെച്ച് കഴിച്ച് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്കും ശ്രീഹരിക്കും ഇഷ്ടമുള്ളൊരു കുറേ കാര്യങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ആക്ച്വലി ഒരു ഫുഡിയാണ്. ഫുഡി മീൻസ് ഒരുമാതിരി എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഫുഡ് ഐറ്റംസ് എനിക്ക് പലത് പരീക്ഷിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിക്കുകയും ചെയ്യും. വലിച്ചതില്ല, ആവശ്യത്തിന് എന്നിതനുസരിച്ച് എല്ലാം ഞാൻ കഴിക്കും. എനിക്കെല്ലാം ഈ പറഞ്ഞ പോലെ എനിക്കെല്ലാം ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
എല്ലാം ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കോമ്പിനേഷൻ രീതിയിൽ ഇപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇന്നത് ഇന്ന കോംബോ ഭയങ്കര ഇഷ്ടമാണ്. ചോറ്, മീൻകറി, പുളിശ്ശേരി അങ്ങനെ, അല്ലെങ്കിൽ ചോറ്, രസം, മീൻ വറുത്തത്, ചിക്കൻ ഫ്രൈ, അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനത്തെ കുറച്ച് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുന്നതിൽ ആ ഒരു ഭയങ്കര ഒരു സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയാണ് ഞാൻ. അതാണല്ലോ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫ് പോലെ തോന്നുന്ന ഒരാളാണ് ഞാൻ. കഴിക്കുന്നതും പിന്നെ അതുപോലെ എനിക്ക് നല്ല മൂടുള്ളപ്പം കുക്ക് ചെയ്യാൻ ഞാൻ ചില ദിവസം ശ്രീഹരി എന്ന് ചോദിക്കുന്നത് എനിക്ക് എന്തിൻ്റെയാണ്. ചില ദിവസം നല്ല മൂഡാണെങ്കിൽ ഞാനിവിടെ ഉച്ചയ്ക്ക് കുറേ കൂട്ടാനുണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കും. അങ്ങനെ ഇത് കഴിക്കാൻ എനിക്ക് അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു ആളാണ് ഞാൻ. അത് എൻ്റെ ഒരു മൂഡ് പോലിരിക്കും. ചില സമയത്ത് ഒരു വഹയ്ക്ക് എനിക്ക് തന്നെ തോന്നും ഞാനാണോ ഇതുണ്ടായി ഒരു വഹയ്ക്കും കൊള്ളാതെ ഞാൻ കാണിച്ചെത്തുന്നത്. ചില ദിവസം നമ്മളിപ്പം എത്രയൊക്കെ നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ചില ദിവസങ്ങളൊക്കെ നമുക്കങ്ങ് ചിലപ്പോൾ പണ്ടാരം അടങ്ങിപ്പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ദിവസമൊന്നും ഞാൻ വലുതായിട്ടൊന്നും കുക്ക് ചെയ്യത്തില്ല. ഇവിടെ ചോറും പുളിശ്ശേരിയും മാത്രമുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി ഞാൻ കാണിച്ചു കൂട്ടി വെച്ചിട്ട് പോകുന്ന ദിവസങ്ങളും ഉണ്ട്. അല്ലാതെ എന്നും അങ്ങനെ അങ്ങ് ഒത്തിരി ഇങ്ങനെ ഇതാകുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആണ്, അല്ലെങ്കിൽ ഇതുപോലൊരു പിറ്റേ ദിവസം അവധി ഹോളിഡേ ആണെങ്കിൽ അന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര മൂഡ് തോന്നും. അപ്പം ഞാൻ ചിലപ്പോൾ ശ്രീഹരി എൻ്റെ കൂടെ കൂടും. ഞങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പനിയായിട്ട് കഴിഞ്ഞ ആഴ്ച ഒന്നും വീഡിയോ എടുത്തില്ല. ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതേ അല്ലായിരുന്നു എൻ്റെ മൈൻഡിൽ. കഴിഞ്ഞ ആഴ്ച പനിയുടെ സമയത്ത് ചിന്തിച്ചാണ് ഞാൻ ഈ ഒരു അപ്പവും ഫിഷ് മോളിൽ നിന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയത്. പനിയുടെ സമയത്ത് അവിടെ കിടക്കുമ്പോൾ എൻ്റെ ചിന്ത മൊത്തം ഇതായിരുന്നു, എന്ത് ഞാൻ ഇനി പെട്ടെന്ന് ആക്കിയെടുക്കുക എന്നുള്ളത്. അതുവരെ എൻ്റെ മനസ്സ് വേറെ എന്തൊക്കെ, ഞാൻ ഈ ഒരു രീതിയിലേ അല്ല എൻ്റെ ക്രിസ്മസ് സംഭവം മീൻസ് ഈ ആഴ്ചത്തെ വീഡിയോസ് പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ വേറെ കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കഴിഞ്ഞ ശനി ഞായർ ഞങ്ങൾ പനി പിടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പനി കാരണം തകിടം മറിഞ്ഞു. പിന്നെ ഞാനിതെല്ലാം വീണ്ടും ഇരുന്ന് ആലോചിച്ച് ഇനിയും എന്തിടാമെന്ന് ആലോചിച്ചാണ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ നമുക്കിനി കൂടുതൽ സംസാരിച്ച് വലിച്ചു നീട്ടാതെ നമുക്കിനി അപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ ഇങ്ങനെ ബബിൾസൊക്കെ വന്നിരിപ്പുണ്ട്. ഇപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ ഇതാവശ്യം വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു, അതിങ്ങനെ പുളിച്ചുകൊണ്ടിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേറെ വെള്ളമൊന്നും എനിക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. എനിക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് വെള്ളം ചേർത്ത് അരയ്ക്കല്ല്. പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ച് ലാസ്റ്റ് ആ ഒരു വെള്ളം കറക്റ്റ് ആക്കാവുള്ളൂ. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ ശരിക്കും അരയത്തുമില്ല. പിന്നെ അപ്പത്തിനങ്ങ് വെള്ളം കൂടുകയും ചെയ്യും. പിന്നെ അപ്പം ഉണ്ടാക്കുമ്പം എപ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഇതുപോലൊരു ചെറിയ ബർണറിൽ വെച്ച് അപ്പം ഉണ്ടാക്കുന്നതാണ് എപ്പോഴും കറക്റ്റായിട്ട് വരുന്നത്. അത് എൻ്റെ പാത്രത്തിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും ലോ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം ഞാനൊന്ന് എണ്ണ തേച്ച് കൊടുക്കും. ഫസ്റ്റ് അപ്പത്തിന് മുമ്പ് ഞാനൊന്ന് എണ്ണ തേച്ച് കൊടുക്കും. പിന്നെ എണ്ണയൊന്നും തേക്കത്തില്ല, അല്ലാതെ അങ്ങ് നമ്മുടെ അപ്പം ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുകയാണ് പതിവ്. ഈ ഒരു ബർണറിൽ വെച്ച് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് തന്നെ വെക്കണം. അപ്പം ഞാൻ അവിടെ ജസ്റ്റ് കൂട്ടി വെച്ചിരിക്കുന്നത് വേഗം കുറച്ച് വെച്ചിട്ട് അത് ചുറ്റിച്ചതിന് ശേഷം അടച്ച് വെക്കുമ്പം ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. അത് ഞാൻ ചെറിയ ബർണറിലാണ് ഞാൻ എപ്പോഴും അപ്പം വെക്കുന്നത്. അങ്ങനെ എനിക്ക് എപ്പോഴും നല്ല അപ്പം അതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ ചൂട് എപ്പോഴും അങ്ങനെ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് ഓവറായിട്ട് പാത്രം ചൂടായിപ്പോവും. അപ്പം നമുക്ക് വിചാരിച്ച രീതിയിൽ ഇത് ചുറ്റി വരത്തില്ല. അപ്പം അങ്ങനെ അപ്പമൊക്കെ റെഡിയായി.
അപ്പോൾ ഫിഷ് മോളിയും റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മോളിയും ഒരു അപ്പവുമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എൻ്റെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു റെസിപ്പി പോലെ ഞാൻ ചെയ്തതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.